5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഏറ്റവും പുതിയ വാർത്ത, നെയ്യാറ്റിങ്കര ജില്ല വരുന്നു. നെയ്യാറ്റിങ്കര കാട്ടാക്കട പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട്, താലൂക്കുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നെയ്യാറ്റിങ്കര കേന്ദ്രമാക്കി ഒരു ജില്ല വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ നേരത്തെ തന്നെ 50,000 ഏകദേശം 1.5 ലക്ഷത്തോളം പേർ ഒപ്പിട്ട് നമ്മുടെ കെ ആൻസലൻ MLA വഴി, CPM-ന്റെ കെ ആൻസലൻ MLA വഴി സർക്കാരിന് കൊടുത്തിട്ടുള്ള നിവേദനമുണ്ട്. അത് സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് കേൾക്കുന്നു. നമ്മുടെ നെയ്യാറ്റിങ്കര രൂപത ഫാദർ ക്രിസ്തുദാസ്, നെയ്യാറ്റിങ്കര അതിരൂപതയിലെ ഫാദർ ക്രിസ്തുദാസും അതുപോലെ തന്നെ നമ്മുടെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുള്ള ആശ്രമവുമായി ബന്ധപ്പെടുത്തി അവിടുത്തെ സ്വാമി സാന്ദ്രാനന്ദ, അവിടുത്തെ സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദയും ഉൾപ്പെടെയുള്ള ആളുകൾ, വളരെ പ്രമുഖരായിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയ നേതാക്കൾ, സാമുദായിക നേതാക്കൾ എല്ലാവരും കൂടി ഒപ്പിട്ട മെമ്മോറാണ്ടം സർക്കാരിന്റെ പരിഗണനയിലാണ്. നെയ്യാറ്റിങ്കര കേന്ദ്രമായി പുതിയ ജില്ല വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പറയുമ്പോൾ മറ്റു ജില്ലകളുടെ സാധ്യതകൾ കൂടി നമ്മൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. മലപ്പുറം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല. ഏകദേശം 60 ലക്ഷത്തോളം ജനങ്ങളുണ്ട് അവിടെ. അവർക്കും ഒരു കളക്ടറേറ്റേ ഉള്ളൂ. 110ഓളം ഗ്രാമപഞ്ചായത്തുകളുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അപ്പോൾ മലപ്പുറം ജില്ലയ്ക്കും ഇതുപോലൊരു ഡിമാൻഡ് വന്നിട്ടുണ്ട്. തിരൂർ കേന്ദ്രമായി ഒരു ജില്ല, തിരൂർ, പൊന്നാനി, താനൂർ താലൂക്കുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തിരൂർ കേന്ദ്രമായി പുതിയൊരു ജില്ല വന്നാൽ കൊള്ളാമെന്നുള്ള ചർച്ച വർഷങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ട്. 1969 ജൂൺ 18-നാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത്. അതിനുശേഷം ഇപ്പോൾ വളരെ സജീവമായ ഒരു കാര്യം, അവർ പറയുന്ന ചില കാര്യങ്ങളിൽ ന്യായമുണ്ട്. കാരണം വയനാട് ജില്ല എന്ന് പറയുന്നത് മലയോര ജില്ലയാണ്. 25 ഗ്രാമപഞ്ചായത്തുകളേ ഉള്ളൂ. 10 ലക്ഷത്തിന് താഴെയാണ്, 10 ലക്ഷത്താണ് അവരുടെ പോപ്പുലേഷൻ. അപ്പോൾ 10 ലക്ഷത്തിനുള്ള പോപ്പുലേഷൻ എവിടെ കിടക്കുന്നു? 60 ലക്ഷം പോപ്പുലേഷൻ എവിടെ കിടക്കുന്നു? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും ആളുകളെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു കളക്ടറേറ്റ് പോരാ, ഒരു കളക്ടർ പോരാ, ഒരു കളക്ടറേറ്റും കൂടി അല്ലെങ്കിൽ ഒരു കളക്ടറും കൂടി വേണം. അപ്പോൾ വീണ്ടും ഒരു ജില്ലാ പഞ്ചായത്ത് കിട്ടും, ഒരുപാട് സംവിധാനങ്ങൾ പുതുതായിട്ട് കിട്ടും. ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കിട്ടും, ജില്ലാ ആശുപത്രി കിട്ടും, ജില്ലാ ട്രഷറി കിട്ടും. ഒരു ജില്ലയിലുള്ള എല്ലാ സംവിധാനങ്ങളും രണ്ടിടത്തും കിട്ടും. ഇപ്പോൾ നിലമ്പൂരിൽ നമ്മുടെ അൻവർ ഈ തിരഞ്ഞെടുപ്പ് വിഷയമായി ഇതും കൂടി വെച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട്, മഞ്ചേരി പെരിന്തൽമണ്ണയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട്, മലയോര പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മലപ്പുറം ജില്ലയിലേക്ക് ഒരു ജില്ല വേണം. അങ്ങനെ മലപ്പുറത്ത് തിരൂർ കേന്ദ്രീകരിച്ച് ജില്ല വേണമെന്നും അതുപോലെ തന്നെ മഞ്ചേരി ഭാഗം കേന്ദ്രീകരിച്ച് ജില്ല വേണമെന്നുള്ള വാദം വളരെ ശക്തമായി വന്നിരിക്കുന്നു. ഇതുപോലെ തന്നെ ഇടുക്കിയിലും ഇതുപോലൊരു വാദം വന്നിട്ടുണ്ട്. തൊടുപുഴ, ഇടുക്കി പിന്നെ വലിപ്പം കൊണ്ട് വലിയ ജില്ലയാണ്, ജനസംഖ്യ കൊണ്ട് വലുതല്ലെങ്കിലും വലിപ്പം കൊണ്ട് ഇടുക്കിയെയും തൊടുപുഴ, മൂവാറ്റുപുഴ പ്രദേശങ്ങളെ വേർതിരിച്ചുകൊണ്ട് മൂവാറ്റുപുഴ കേന്ദ്രമാക്കിയോ തൊടുപുഴ കേന്ദ്രമാക്കിയോ പുതിയ ജില്ല വേണം എന്നൊരു വിവരം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് വിഭജിച്ച് 2 ജില്ലയാക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളും വരുന്നുണ്ട്. ഇതിന് ഉപോത്ബലകമായി മറ്റൊരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിക്കണം. ഡോക്ടർ ഡി ബാബു പോൾ നേരത്തെ റവന്യൂ സെക്രട്ടറി ആയിരുന്നപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മൂവാറ്റുപുഴ കേന്ദ്രമാക്കി ഒരു ജില്ല രൂപീകരിക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയുടെയും മൂവാറ്റുപുഴ ജില്ലയുടെയും കുറേ ഭാഗങ്ങൾ എടുത്തുകൊണ്ട് നല്ലൊരു മാപ്പൊക്കെ ഉണ്ടാക്കിയിരുന്നു. അത്രയും കൊണ്ട് മുമ്പോട്ട് പോയി, സർവേ നടത്തി, പഠനം നടത്തി, ഭൂപടം വരെ ഉണ്ടാക്കി പുതിയ ജില്ലയ്ക്ക്. അങ്ങനെയായിരുന്നെങ്കിൽ 15ാമത് ജില്ല മൂവാറ്റുപുഴ 15ാമത്തെ ജില്ലയായിട്ട് വരുമായിരുന്നു. ഇപ്പോൾ എന്തായാലും 18 ജില്ലയുടെ ഡിമാൻഡുകൾ കേരളത്തിലുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര കേന്ദ്രമാക്കി, മലപ്പുറത്തെ തിരൂരും മഞ്ചേരിയും കേന്ദ്രമാക്കി ജില്ല മുറിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ മലപ്പുറത്താണ് ജില്ലാ ഓഫീസുള്ളത്, അപ്പോൾ 2ആയിട്ട് മുറിക്കണമെന്നാണ്. 2ഓ 3ഓ ആക്കിയാലും കുഴപ്പമില്ലെന്നാണ് അവിടുത്തെ ജനങ്ങളുടെ ഡിമാൻഡ്. പാലക്കാടും അതുപോലെയാണ്, ഇടുക്കിയിലും അങ്ങനെ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അസമത്വം, ജനസംഖ്യയിലുള്ള അസമത്വം, കാര്യം ജനങ്ങളെ സഹായിക്കലും ജനങ്ങൾക്ക് സഹായം ആനുകൂല്യങ്ങൾ കൊടുക്കലും ജനങ്ങളുടെ ആവലാതികൾ കേൾക്കൊക്കെ ആണല്ലോ കളക്ടറേറ്റുകളുടെ ജോലി. അപ്പോൾ തീർച്ചയായിട്ടും ജനസംഖ്യ വർദ്ധിച്ച സാഹചര്യത്തിൽ പുതിയ വികസന പ്രവർത്തനങ്ങളും പഞ്ചായത്ത് രാജ് സമ്മേളനങ്ങളൊക്കെ ശക്തമായിട്ടുള്ള രീതിയിൽ ഒരു 20 ജില്ല കേരളത്തിലാക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. IASകാർക്ക് കുറച്ച് ജോലിയും കിട്ടും. അങ്ങനെ ഇപ്പോൾ 18-ൽ എത്തി നിൽക്കുന്നത് നമുക്ക് 2 ജില്ല കൂടി നോക്കി കണ്ണൂർ ജില്ലയും ഒന്ന് വിഭജിച്ച് കോഴിക്കോട് ജില്ലയ്ക്ക് ചില സാധ്യതകളുണ്ട്. അപ്പോൾ മലയോര ജില്ലകളെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് 2ആയിട്ടൊക്കെ ചിന്തിച്ചാൽ ഒരു 20 ജില്ലയുടെ സ്കോപ്പ് കിടക്കുന്നു. അപ്പോൾ തെക്ക് നിന്ന് ആരംഭിക്കാം, വടക്കിലേക്ക് കാസർഗോഡ് എത്തുമ്പോൾ ഏറ്റവും അവസാനം ഉണ്ടാക്കിയ പത്തനംതിട്ട പോലെ നമുക്ക് ഒരു 20 ജില്ല നമുക്ക് ആലോചിക്കാം. കാസർഗോഡ് വന്നിട്ടുണ്ടായിരുന്ന ജില്ലയായിട്ട് അവസാന ഭാഗങ്ങളിൽ വന്ന ജില്ലയാണ് കാസർഗോഡ്, പിന്നെ അതുപോലെ തന്നെ പത്തനംതിട്ട, ഇങ്ങനെ പല ജില്ലകളും വന്നു. ഇനിയിപ്പോൾ നമുക്ക് നെയ്യാറ്റിങ്കര ജില്ല വരുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ നിന്ന് തുടങ്ങാം. 20 ജില്ലകൾ കേരളത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും കുറഞ്ഞത് 18 എണ്ണമെങ്കിലും വരാനുള്ള സാധ്യതയാണ് കാണുന്നത്.